ടുഡേയ്സ് അതിന്റെ വ്യത്യസ്തമായ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞങ്ങളോടൊപ്പമുള്ള ഗസ്റ്റ് റിയാദ് സമൂഹത്തിൽ, പ്രത്യേകിച്ച് പ്രവാസി സമൂഹത്തിൽ സുരക്ഷിതരായ സാമൂഹ്യ പ്രവർത്തനമായ നമ്മുടെ സ്വന്തം ഷിഹാബ് വളരെ ഹാർദവമായ നമ്മുടെ ഷോയിലേക്ക് ഹാർദവമായ സ്വാഗതം. താങ്ക് യു സോ മച്ച്. ഇപ്പൊ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ റിയാദ് സമൂഹത്തിൽ ഇപ്പം ഒരു പ്രവാസി മരണപ്പെട്ടാൽ ആദ്യം ഫസ്റ്റ് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയത്തില്ല. കുറച്ചു പേർക്ക് അറിയാം, ഈ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. അപ്പൊ എന്താണ് അവർക്ക് വേണ്ടി ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് എന്താണ്? ഒരു പ്രവാസി മരണപ്പെട്ടാൽ, ഒരു പ്രവാസി ഇവിടെ മരണപ്പെടുന്നത് പല കാരണങ്ങളാൽ മരണം ഉണ്ട്. പലതിനും പല സ്റ്റെപ്പാണ്. അതെ. പിന്നെ അതിന്റെ പ്രൊസീജിയർ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഉദാഹരണം, നാച്ചുറൽ ഡെത്ത് ഉണ്ടാവും, ആക്സിഡന്റൽ ഡെത്തുകൾ ഉണ്ടാവും, പിന്നെ വല്ല സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, പിന്നെ മർഡർ കേസ് ഉണ്ടാവും, സൂയിസൈഡ് കേസ്, അങ്ങനെ വ്യത്യസ്തങ്ങളായ കാരണങ്ങളാൽ അതിന്റെ പ്രൊസീജിയർ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പൊ നോർമലി ഇപ്പൊ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് അങ്ങനെയൊക്കെയുള്ള മരണങ്ങളാണ് കൂടുതലുള്ളത്. പിന്നെ റോഡ് ട്രാഫിക് ആക്സിഡന്റ്, പിന്നെ വർക്ക് സൈറ്റ് ആക്സിഡന്റ്, ഇങ്ങനെയൊക്കെയാണ് കൂടുതൽ വരുന്നത്. പിന്നെ ഈ സൂയിസൈഡ്, മർഡർ കേസുകള്, മറ്റ് ചില സംശയപരമായ കാര്യങ്ങൾ, ഇതൊക്കെയെന്ന് പറഞ്ഞത് റെയർ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതിലിപ്പോഴ് നമ്മൾ പൊതുവെ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, നോർമൽ ഡെത്ത് ആണെങ്കിൽ അപ്പൊ അത് ഹോസ്പിറ്റലിൽ വെച്ച് മരിക്കുകയാണെങ്കിൽ അതിന്റെ പ്രൊസീജിയർ വ്യത്യാസമുണ്ട്, വീട്ടിൽ വെച്ച് മരിക്കുന്നെങ്കിൽ വ്യത്യാസം. അപ്പോഴേ ഇപ്പൊ ഒരാൾക്ക് അറ്റാക്ക് വന്നു, അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കിടന്നാണ് മരിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് മെഡിക്കൽ റിപ്പോർട്ട് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാല് മരണത്തിന്റെ കാരണം നമുക്ക് വ്യക്തമായിട്ടുണ്ടാവും. അത് നാച്ചുറൽ ഡെത്ത് ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ബോഡി അടക്കാനാണെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഇവിടെ ഞാനൊക്കെ പണ്ട് തുടങ്ങിയ സമയങ്ങളൊന്നും വന്ന് മൊബൈലോ ഈ സാങ്കേതിക വിദ്യകളൊന്നും അത്ര ഇല്ലായിരുന്നു, അത്രമായി ഡെവലപ്പ് ആയിട്ടില്ല. അപ്പൊ അന്നൊക്കെ വളരെ റിസ്കി ആയിരുന്നു. നമുക്കൊരു ബോഡി അടക്കണമെങ്കിൽ വളരെ പോയി വന്നും വിദൂരങ്ങളിലൊക്കെ പോയി വരും, എല്ലാം താമസമായിരുന്നു. ഇപ്പൊ വളരെ ഈസിയാണ്. ഇപ്പോഴേ നമുക്ക് എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ കാരണം വീട്ടിൽ അറിയിക്കുക, മരണകാരണം എന്താണെന്ന് അറിയിച്ചാൽ അവിടുന്ന് ഒരു അഫിഡവിറ്റ്, ബോഡി നാട്ടിൽ അയക്കണോ അതല്ല ഇവിടെ ബറി ചെയ്യണോ എന്നുള്ള അവരുടെ കുടുംബത്തിന്റെ ഒരു പെർമിഷൻ നമ്മൾ വേണം. ബറിയിലാണെങ്കിൽ മരിച്ച വ്യക്തിയുടെ അനന്തരാവകാശികൾ എല്ലാവരും ഒപ്പിടണം. ഇപ്പം മാതാവ്, പിതാവ് ജീവിച്ചിരിക്കൊണ്ട്, ഭാര്യ, മക്കള്, അവരെ വേണം. ഇപ്പൊ കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ മാതാവിന്റെയും പിതാവിന്റെയും അവകാശികൾ ആരാണോ അവരുടെ അവകാശം, അത് എല്ലാ രീതിയിലും അവരുടെ ഒപ്പ് വേണം. പെർമിഷൻ പിന്നെ നാട്ടിലേക്ക് അയക്കാനാണെങ്കിൽ പിന്നെ ഇവിടെ അവരുടെ ഫാമിലി വൈഫ് ഉണ്ടെങ്കിൽ അവരുടെ അഫിഡവിറ്റ് മതി. പിന്നെ അതല്ല, നാട്ടിൽ നിന്ന് ഒരു അഫിഡവിറ്റ് അമ്മയുടെ അച്ഛന്റെയോ, അതല്ല ഇനി ഇവിടെ ഫാമിലി ഇല്ല നാട്ടിലാണെങ്കിൽ നാട്ടിൽ നിന്നുള്ള വൈഫിന്റെ അല്ലെങ്കിൽ അമ്മയുടെ അച്ഛന്റെ അവര് ആരും ഇല്ല, അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ അടുത്ത ബ്ലഡ് റിലേഷൻ അവരെ ഒരു കൺസെന്റ് ബോഡി നാട്ടിലെത്തിക്കും. അപ്പൊ അത് നോട്ടറി അറ്റസ്റ്റ് ചെയ്ത് വരണം. അതൊരു 50-100 രൂപയുടെ മുദ്രപത്രത്തിൽ നോട്ടറി അറ്റസ്റ്റ് ചെയ്ത് അയക്കലാണ് വേണ്ടത്. ഫാമിലി ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ വൈഫിന്റെ അല്ലെങ്കിൽ ആരവിടെ ഉള്ളത് അവരുടെ മതി. അമ്മയച്ഛന് ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നാട്ടിൽ കൊണ്ടുവരാൻ. അതല്ല ഫാമിലി നാട്ടിലാണെങ്കിൽ അവരുടെ പേരന്റിന്റെ അല്ലെങ്കിൽ വൈഫിന്റെ നാട്ടിൽ നിന്നുള്ള പേരന്റ്സ് ഇല്ല, വൈഫ് ഇല്ലെങ്കിൽ അടുത്ത ക്ലോസ് റിലേഷൻ. ഇപ്പം ഇവിടെ ബറിയിലാണെങ്കിൽ പിന്നെ അനന്തരാവകാശികള് ഒപ്പിടണം. അപ്പൊ എല്ലാവരും അപ്പൊ അത് മുദ്രപത്രത്തില് നോട്ടറി അറ്റസ്റ്റ് ചെയ്ത് അത് ഡോക്യുമെന്റ് നാട്ടിൽ വരണം. അപ്പൊ അമ്മയെ അച്ഛൻ ജീവിച്ചിട്ടുണ്ട്, അവര് വേണം, വൈഫ് വേണം, മക്കൾ വേണം. ചെറിയ മക്കളാണെങ്കിൽ അമ്മയെ ഒപ്പിട്ടാൽ മതി. അപ്പൊ അങ്ങനെയുള്ള പ്രൊസീജിയർ ആദ്യം വീഡിയോ ആരുടെ പെർമിഷനാണ് ആദ്യം വേണ്ടത്. നാട്ടിൽ ഇവിടെ നിന്നുള്ള ഹോസ്പിറ്റലിലെ മെഡിക്കൽ റിപ്പോർട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും. ചിലപ്പോൾ അത് അറബിയിലായിരിക്കാം, മിക്കപ്പോഴും ചിലത് ഇംഗ്ലീഷിൽ കിട്ടും. ഇംഗ്ലീഷിൽ ഇല്ലെങ്കിൽ നമ്മൾ അത് അറബി ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. എംബസിയിൽ നമ്മൾ അത് സബ്മിറ്റ് ചെയ്യുക. എംബസിയിൽ ഈ അഫിഡവിറ്റ് നാട്ടിൽ നിന്ന് വരുന്നതാണെങ്കിൽ ഇവിടെ നിന്നുള്ളത് നമ്മൾ എംബസിക്ക് ഫോർവേഡ് ചെയ്യണം. ഈ സമയത്ത് ഏത് കമ്പനിയിലാണോ വർക്ക് ചെയ്തിരുന്നത് ആ കമ്പനിയിൽ നിന്ന് നമുക്കൊരു അദ്ദേഹത്തിന്റെ സർവീസ് ബെനിഫിറ്റ് അല്ലെങ്കിൽ സാലറി ഡ്യൂസ് എന്നിവ കൊടുത്തുകൊള്ളാമെന്നുള്ള ഒരു അണ്ടർടേക്കിംഗ് ലെറ്റർ കമ്പനിയിൽ വേണം. കമ്പനി അത് പുറകെ അയച്ചു കൊടുത്താൽ മതി. കാരണം ബോഡി അടക്കാനോ കൊണ്ടുപോകുന്നതിനെ കാലതാമസം ഒഴിവാക്കാൻ വേണ്ടി. കാരണം അതിന്റെ പ്രൊസീജിയർ ചിലപ്പോൾ ട്രാൻസാക്ഷൻ ഒക്കെ എടുക്കുന്നതിന് സമയം ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ അക്കൗണ്ട് ഡിവിഷൻ ആളുണ്ടാവില്ല. അപ്പൊ നമുക്കൊരു
ലെറ്റർ കൂടെ പോലീസ് സ്റ്റേഷനിൽ തരും. അപ്പൊ ഈ പോലീസ് സ്റ്റേഷനിൽ പോകണമെങ്കിൽ നമ്മൾ ഈ ഡോക്യുമെന്റ്സ് വേണം. പ്ലസ് നമ്മൾ എവിടെയാണോ താമസിക്കുന്ന അവിടുത്തെ നാഷണൽ അഡ്രസ്സിന്റെ പ്രൂഫ് വേണം. അതിന്റെ പ്രിന്റ് എടുത്ത് പോകണം. അപ്പൊ നമ്മൾ അഥവാ ഇല്ലെങ്കിൽ അപ്ഷരിയിൽ നമ്മൾ അത് എല്ലാവരും ഇപ്പൊ നാഷണൽ അഡ്രസ് രജിസ്റ്റർ ചെയ്യണമെന്ന് കമ്പൽസറി. നമ്മൾ എവിടെയാ താമസിക്കുന്നത് നമ്മൾ അത് എല്ലാവരും അറിയണം. എല്ലാവരും നാഷണൽ അഡ്രസ് രജിസ്റ്റർ ചെയ്യണം. അവരൊരു പ്രിന്റ് എടുത്ത് വെക്കോ. മരിച്ചാലും അല്ലാത്ത ആവശ്യത്തിന് പോലീസ് സ്റ്റേഷനിൽ ഏതൊരു ആവശ്യത്തിന് ഇപ്പൊ നാഷണൽ അഡ്രസ്സിന്റെ പ്രൂഫ് നമ്മൾ അതിന്റെ പ്രിന്റ് കൊടുക്കും. അവർക്ക് സ്കാൻ ചെയ്യുമ്പോൾ അറിയാം ഏത് ലൊക്കാലിറ്റിയാണ് താമസിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ലൊക്കാലിറ്റി പോലീസ് സ്റ്റേഷനിലാണ് ഡെത്ത് രജിസ്റ്റർ ചെയ്യുന്നുള്ളത് കൺഫേം ആക്കാൻ വേണ്ടിയാണ്. അപ്പൊ അത് നോക്കിയിട്ട് അവര് ജസ്റ്റ് നമുക്ക് അതിന്റെ പ്രോസസ് അവര് FIR എഴുതി രജിസ്റ്റർ ചെയ്ത് മരണകാരണമൊക്കെ ചോദിക്കും. നോർമൽ ആണെങ്കിൽ കാരണം സംശയമൊന്നും ഇല്ലാന്ന് അവര് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് നോർമൽ ആണെങ്കിൽ അവര് വരയിലുള്ള പേപ്പർ തരും. അതല്ല ഡെസ്പാച്ച് ആണെങ്കിൽ ഡെസ്പാച്ചിനുള്ള കുറച്ച് ലെറ്ററുകളുണ്ട്. ബോഡി പിന്നെ എയർപോർട്ടിലേക്കും കാർഗോയിലേക്കും പിന്നെ ജവാസാത്ത് അങ്ങനെ 13 ഡിവിഷനിലേക്കുള്ള അവരുടെ നോ ഒബ്ജക്ഷൻ ലെറ്റർ, ബോഡി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന നോ ഒബ്ജക്ഷൻ ലെറ്റർ. പിന്നെ ഏത് ഹോസ്പിറ്റലാണോ ബോഡി ഇരിക്കുന്നത് അവിടെ നിന്ന് ബോഡി റിസീവ് ചെയ്യാനുള്ള ആതറൈസേഷൻ നമുക്ക് ആരുടെ പേരിലാണോ ഫാമിലി എംബസി ആതറൈസേഷൻ ചെയ്യാൻ ആരുടെ പേരിലുള്ള ലെറ്റർ തരും. പിന്നെ അത് വെച്ചിട്ട് നമുക്ക് ബോഡി റിസീവ് ചെയ്യാം. എന്നിട്ട് നമ്മൾ അടക്കാനാണെങ്കിൽ ഏത് മോർച്ചറിയിൽ നമ്മള് പിന്നെ അൽരാജി പള്ളിയില് ആണ് നമസ്കരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഏത് നമുക്ക് ചൂസ് ചെയ്യാം. കമ്പൽസറി ഒന്നുമില്ല. നമുക്ക് എവിടെ ബറി ചെയ്യണം അതായത് മന്തക്കയിലായിരിക്കും, അതായത് ഏരിയയിലായിരിക്കും. ഇപ്പൊ റിയാദിൽ മരിക്കുകയാണെങ്കിൽ നമുക്ക് ദമാമിലെ ഏരിയ കൊണ്ട് അടക്കാൻ കഴിയില്ല. അതിന് ഗവൺമെന്റിന്റെ സ്പെഷ്യൽ പെർമിഷൻ നേരത്തെ എളുപ്പമായിരുന്നു. അപ്പൊ അങ്ങനെ അത് ചോദിക്കുന്ന മിക്കവാറും ഈ മക്ക മദീനയിൽ അടക്കാനാണ് ചില സമയങ്ങളിൽ ചോദിക്കാറ്. അത് ചില സമയങ്ങളിൽ നമ്മൾ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിയിട്ട് ചെയ്യാറുണ്ട്. റിയാദിലൊന്നും ഉള്ള വളരെ അതിനടുത്തൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് നമ്മൾ അത് ചെയ്യാറുണ്ട്. പക്ഷെ അത് പെർമിഷനോടെ നടക്കുള്ളൂ, നോർമലി കിട്ടും. അപ്പൊ എന്നിട്ട് ഈ ലെറ്റർ നമ്മള് ഹോസ്പിറ്റലിൽ കമ്പനി പോലീസ് സ്റ്റേഷൻ തരുന്ന ലെറ്ററുമായിട്ട് നമ്മള് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ ഈ സർവീസ് ചെയ്യുന്ന പ്രൊവൈഡേഴ്സ് ഉണ്ട്, ഫ്രീ ആയിട്ടാണ് അവർ സർവീസ് ചെയ്യുന്നത്. ഒരുപാട് മയ്യത്ത് പരിപാലനത്തിന് വേണ്ടിയുള്ള സർവീസ് ആംബുലൻസും എല്ലാം ഫ്രീ ആണ്. അതിന്റെ ബറിയൽ നടപടിക്രമങ്ങൾ അതിനുമായിട്ടുള്ള എല്ലാ യൂട്ടൻസിൽസും എല്ലാം അവർ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അവര് വന്ന് നമ്മളെ വണ്ടിയില് ഹോസ്പിറ്റലിൽ വരും, നമ്മള് അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എന്നിട്ട് പള്ളിയിൽ കൊണ്ടുപോയിട്ട് അതിന്റെ പ്രോസസ്സ് റിലീജിയസ് പ്രോസസ്സ് കുളിപ്പിക്കും. എന്നിട്ട് നിയറസ്റ്റ് ബറിയൽ ഗ്രൗണ്ടിൽ മറോജിയിലാണ് സാധാരണ. അപ്പൊ നാട്ടിൽ കൊണ്ടുപോകാനാണെങ്കിൽ ഇതേ ഡോക്യുമെന്റ്സ് തന്നെ നമ്മൾ ബറിയലല്ലാതെ നമ്മൾ ഈ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും, കാർഗോ ഓഫീസിൽ കൊടുക്കും. കാർഗോ ഓഫീസിൽ കൊടുത്തിട്ട് നമ്മൾ അവിടെ കാർഗോ ബുക്ക് ചെയ്ത് കൺഫേം ആക്കി ഒരു 6,000 റിയാൽ, അതായത് പിന്നെ ഈ എംബാമിങ്ങിനുള്ള ഫീസ് ഉണ്ട്, ഗവൺമെന്റ് ഫീസാണ്. അതായത് ഈ പെട്ടിക്കും മറ്റേ കാര്യങ്ങൾക്ക് എല്ലാം കൂടെ ചേർന്ന്. കാർഗോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഏജൻസിയിലാണോ നമുക്ക് ഏതെങ്കിലും ഒരു ഏജൻസി വഴി ബോഡി അയക്കാൻ കഴിയും. ഇപ്പൊ നമ്മൾ ഡിഫറൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കാർഗോ ഓഫീസുകളുണ്ടല്ലോ, സെയിമിലേക്ക് നമ്മള് പിന്നെ സാധനങ്ങളൊക്കെ അയക്കും. അതുകൊണ്ട് തന്നെ എയർ കാർഗോ ചെയ്യുന്ന ഷിപ്പ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പ്രൊവൈഡേഴ്സ്. അപ്പൊ അവര് സൗദി എയർലൈൻസ്, എയർ ഇന്ത്യ, ഇത്തിഹാദ്, വെൽഫെയർ അങ്ങനെ പല എയർലൈൻസ് വഴിയും ബോഡി അയക്കും. പിന്നെ ശ്രീലങ്കൻ എയർലൈൻസ്. അപ്പൊ അതിന് നിയറസ്റ്റ് അവൈലബിൾ ഫ്ലൈറ്റ് ഏതാണോ നമ്മള് ഈ ഡോക്യുമെന്റ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് അവൈലബിൾ ഫ്ലൈറ്റ് ഏതാ അതിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ ചിലപ്പോൾ ഡയറക്റ്റ് ഡേറ്റ് ഉണ്ടാവത്തില്ല. അപ്പൊ നമ്മൾ ട്രാൻസിറ്റ് വഴി നെക്സ്റ്റ് ട്രാൻസിറ്റ് വഴി ലോക്കൽ അങ്ങനെ ബോഡി അയക്കും. അപ്പൊ എന്നിട്ട് നാട്ടിലെത്തും. അങ്ങനെ കാർഗോ ഓഫീസിൽ കൊടുക്കും. എന്നിട്ട് നമ്മൾ കാർഗോ ഓഫീസിൽ നിന്ന് അവര് പിന്നെ എയർപോർട്ടിൽ ഒരു ക്ലിയറൻസ് വാങ്ങും. ബോഡി കൊണ്ടുപോകുന്നതിന് എയർപോർട്ടിൽ പോയിട്ട് അവര് കാർഗോ ഓഫീസിലുള്ള പെർമിഷൻ വാങ്ങും. അത് വാങ്ങി നമ്മൾ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊടുക്കുമ്പോഴാണ് എംബാമിംഗ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ ബേസിൽ പിറ്റേ ദിവസം നമുക്ക് എംബാമിംഗ് എപ്പോഴാണോ എന്നുള്ളത് നമുക്ക് അറിയാം ഡേറ്റ്. അതനുസരിച്ച് നമ്മൾ റിസീവ് ചെയ്യുന്ന ആള് പോയി ഒപ്പിട്ട് കൊടുത്ത് അതിനെ പ്രോസസ് ചെയ്ത് പെട്ടിയിലാക്കി നാട്ടിലേക്ക് ഷിപ്പ് ചെയ്യലാണ് അല്ലെങ്കിൽ എയർ കാർഗോ ചെയ്യലാണ് പ്രോസസ്. ഇതാണ് നോർമൽ ഡെത്ത് സംഭവം. ചിലർക്ക് ആക്സിഡന്റ് ഉണ്ടാവും. ആക്സിഡന്റ് ആയതിനകത്ത് അഡീഷണൽ വേണ്ടത് ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് കൂടെ വേണം. ഹോസ്പിറ്റലിൽ അല്ല, നമ്മൾ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിൽ ആക്സിഡന്റ് റിപ്പോർട്ട് വേണം. എങ്ങനെയാണ് മരിച്ചത്, ആക്സിഡന്റ് ആണ്, കാരണം ഇയാൾ ഇഞ്ചേർഡ് ആണ്. അപ്പൊ ആക്സിഡന്റിലാണ് മരിച്ചത്, നാളെ ക്രിമിനൽ ഒന്നും അല്ല. ഒരാൾ ചിലപ്പോ ക്രിമിനൽ ആവാൻ പാടില്ല. ആക്സിഡന്റ് പറഞ്ഞാൽ ഡിഫറെന്റ് ആക്സിഡന്റ്. വണ്ടി ആക്സിഡന്റ് ആണെങ്കിൽ അത് ട്രാഫിക് ആക്സിഡന്റ് ആണെന്നുള്ള ഒരു റിപ്പോർട്ട് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക്. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് വേണം, പിന്നെ ഗോസി. ഈ കമ്പനി എല്ലാവർക്കും ഗോസി രജിസ്ട്രേഷൻ ആണ്. ഇപ്പൊ നമ്മൾ ഇവിടെ റെസിഡൻഷ്യൽ പെർമിറ്റുള്ള എല്ലാവരും
ഇൻഷുറൻസ് ഉണ്ട്, പ്ലസ് ഗോസി ഉണ്ടാവും. ഗോസി രജിസ്റ്റർ ചെയ്യണം. അപ്പൊ ആ ഗോസിയിൽ കൂടി ഈ കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആക്സിഡന്റ് ക്ലെയിം കിട്ടുന്നതോടൊപ്പം തന്നെ ഗോസി വർക്ക് ടൈം ആക്സിഡന്റ് ആണെങ്കിൽ ഈ മരിച്ച ആള് ഡ്യൂട്ടി ടൈമിലാണ് ഒരു ആക്സിഡന്റ്, ട്രാഫിക് ആക്സിഡന്റിൽ മരിക്കുന്നതെങ്കിൽ അപ്പൊ ആ സമയത്ത് അവർക്ക് ഈ ഗോസി വഴി ജനറൽ ഇൻഷുറൻസ് അതാണ് ഗവൺമെന്റിന്റെ അവിടുന്ന് അവരുടെ സാലറിയുടെ പ്രീമിയം അനുസരിച്ച് കൊടുക്കുന്ന ഗോസിയുടെ എമൗണ്ട് അനുസരിച്ച് ഒരു കോമ്പൻസേഷൻ ഈ ഫാമിലിക്ക് ഫ്യൂച്ചറിൽ കിട്ടും, ഡയറക്റ്റ് അയച്ചു കൊടുക്കുക. അപ്പൊ ആ ഒരു പ്രോസസ് കൂടി ചെയ്ത് നമ്മൾ എംബസി കൊടുക്കുമ്പോ അതിന്റെ ഡോക്യുമെന്റ് തരും എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ആ ഒരു അഡീഷണൽ ആണ് ട്രാഫിക് ആക്സിഡന്റ് അഡീഷണൽ ഉള്ളത്. പിന്നെ അതൊരു മർഡർ കേസ് ആണെങ്കിൽ എന്താണ് അതപ്പോ അത് പിന്നെ അതിന്റെ ഫോറൻസിക്കിലേക്ക് ബോഡി ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ആ ഒരു ഫോറൻസിക് ആ ഒരു വെരിഫിക്കേഷൻ ചെയ്ത് ചിലപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യും. പോസ്റ്റ്മോർട്ടം ചെയ്ത ആ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ റിപ്പോർട്ട് വേണ്ടി വരും. അതോടൊപ്പം തന്നെ പോലീസിന്റെ ഒരു റിപ്പോർട്ട് കൂടെ വേണം, ഇദ്ദേഹം ഇന്ന കാരണത്തിൽ മരിച്ചു എന്നുള്ള അഡീഷണൽ റിപ്പോർട്ട്. അതാണ് അഡീഷണൽ പ്രോസസ്. അപ്പൊ ഈ മർഡർ കേസ് സസ്പീഷ്യസ് സൂയിസൈഡ് ആണെങ്കിലും നാട്ടിൽ നിന്ന് ഇതാണെങ്കിൽ സൂയിസൈഡ് ആണെന്ന് എഴുതി അറിയിക്കണം. അതിനകത്ത് പരാതി ഒന്നും ഇല്ലെന്നെങ്കിൽ അങ്ങനെ സെൽഫ് സൂയിസൈഡ് ആണെങ്കിൽ, ചിലതിനകത്ത് സൂയിസൈഡ് ആണെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉണ്ടോ എന്ന് പോലീസും ചോദിക്കും, വിലയിരുത്തും. അപ്പൊ അതിന് ബേസിൽ അതിന്റെ ഒരു ചെറിയ നടപടിക്രമങ്ങൾ മാറ്റം ഉണ്ടാവും. ചിലപ്പോൾ അവർ പോസ്റ്റ്മോർട്ടം ചെയ്യും, ചിലപ്പം അവർക്ക് 100% ഒരു എക്സ്റ്റേണൽ വെരിഫിക്കേഷനിൽ ഒരു അല്ലാതെ ഒരു ചെറിയ സാമ്പിളൊക്കെ എടുത്ത് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും. സെൽഫ് ആണെങ്കിൽ അതിന്റെ അടയാളങ്ങൾ നോക്കി അധികൃതർക്ക് മനസ്സിലാവും. എല്ലാ ഡിപ്പാർട്ട്മെന്റ് അധികൃതരും അവിടെ വരുമല്ലോ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് ഉണ്ടാവും. ആ റിപ്പോർട്ട് ബേസിലെ ഒരു കൺക്ലൂഷൻ ബേസിലാണ് മെഡിക്കൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അതിനൊരു പ്രോസസ് അഡീഷണൽ അത്രയേ ഉള്ളൂ. ഇച്ചിരി താമസം ഉണ്ടാവും എന്നുള്ളതാണ് നാച്ചുറൽ ഡെത്തുമായി ബന്ധപ്പെട്ട് ചെറിയ 3-4 ദിവസത്തെ വ്യത്യാസം. ഇവിടെ നമുക്ക് ഇത് ഇവിടെ കബർ അടക്കം ചെയ്യുന്ന മുസ്ലിങ്ങൾക്കല്ലേ കബർ അടക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പൊ ഈ മുസ്ലിം അല്ലാത്ത ജാതിക്കാർക്ക് ഇവിടെ അതായത് നേരത്തെ സമയങ്ങളിൽ അങ്ങനെ പറഞ്ഞു പറ്റിയിരുന്നു, പക്ഷെ അങ്ങനെയൊന്നുമില്ല. നോർമലി ഇപ്പൊ ഒരു നോൺ മുസ്ലിം മരണപ്പെട്ടെന്നു ഇപ്പൊ വീട്ടുകാർക്ക് ആവശ്യമില്ല ബോഡി. യഥാർത്ഥത്തിൽ നമ്മൾ എല്ലാ മനുഷ്യർക്കും ഒരു റിലീജിയസ് റൈറ്റ്, അന്തിമ കർമ്മം ചെയ്യുക എന്നുള്ളത്, അത് കിട്ടുക എന്നുള്ളത് ഒരാളും ഒരു ധാർമ്മിക മരിച്ച വ്യക്തിയോട് റെസ്പെക്ട് കുടുംബത്തിന്റെ ഒരു ബാധ്യതയാണ്. അപ്പൊ എല്ലാവരും അവരുടെ മതാചാര പ്രകാരം ആ ബോഡി നാട്ടിൽ റിസീവ് ചെയ്യാനും അവർ ആ അന്ത്യകർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒരു കടമയാണ്. ജീവിച്ചിരിക്കുന്ന അവർ റിലേറ്റീവ് ആണെങ്കിൽ ഒരു കടമയാണ്. മിക്കപ്പോഴും അങ്ങനെ വളരെ റെയറായിട്ടാണ് വീട്ടുകാർ ബോഡി വേണ്ടാന്ന് പറഞ്ഞത്. ചിലപ്പോൾ സാമ്പത്തികത്തിന്റെ ബേസ് ഞങ്ങൾ തന്നെ ഫാമിലി ബോഡി റിസീവ് ചെയ്യാൻ തയ്യാറല്ല. അപ്പൊ ചിലപ്പോൾ ചോദിക്കും എന്തുകൊണ്ട് സാമ്പത്തികം ഇല്ല. അപ്പൊ ചിലപ്പോൾ നമ്മൾ സാമ്പത്തികം അങ്ങോട്ട് സഹായം കൊടുത്തിട്ട് നമ്മൾ ബോഡി അവർ വാങ്ങിച്ച് ലാസ്റ്റ് റെസ്പെക്ട് നമ്മൾ കൊടുപ്പിക്കാറുണ്ട്. അപ്പൊ ചില സമയങ്ങളിൽ നമ്മൾ മുനിസിപ്പൽ ഏതെങ്കിലും ഗവൺമെന്റ് ഏജൻസി വഴി നമ്മൾ ബോഡി നാട്ടിലെത്തിച്ച് ആ റെസ്പെക്ട് കൊടുപ്പിക്കാറുണ്ട്. അത് വളരെ റെയറായിട്ട് വരുന്ന സംഭവം. എന്നാലും 99% ആൾക്കാരും നോൺ മുസ്ലിം ആണെങ്കിൽ ബോഡി നാട്ടിലേക്ക് അവര് ആ കർമ്മങ്ങൾക്ക് വേണ്ടി അവരത് നാട്ടിൽ വരുത്തും, അത് ചെയ്യാറുണ്ട്. പിന്നെ ചില അൻസീൻ പറയാത്ത ചില അത്യാഹിത സമയങ്ങളുണ്ട്. അപ്പൊ ഫോർ എക്സാമ്പിൾ കോവിഡ് വന്ന സമയത്ത് നമുക്ക് ആ സമയത്ത് ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പം സമയത്ത് എന്ത് നമ്മളെ നോൺ മുസ്ലിം ബോഡി ഇവിടെ അടക്കി വളരെ റിലീജിയസ് റെസ്പെക്ട്ഫുൾ ആയിട്ട് നമ്മൾ ആ ബോഡി വളരെ ഈസി ആയിട്ടാണ് ഞങ്ങളൊക്കെ സ്വന്തം കൈകൊണ്ട് വെച്ചാണ് ബോഡി അടയ്ക്കുന്നത്. ഈവൻ കോവിഡ് സമയത്ത് മരിച്ച ബോഡികൾ ഞങ്ങൾ തന്നെ എത്രയോ ബോഡി എന്റെ കൈകൊണ്ട് വാങ്ങി. നമ്മുടെ നാട്ടിലും പല രാജ്യങ്ങളിലും ഒക്കെ ഈ ശബല് വെച്ച ബോഡി അത് മനുഷ്യരോട് കാണിച്ച ഒരു വല്ലാതെ നമുക്ക് കാണുമ്പോ ഒരു പ്രയാസം. മനുഷ്യരല്ല. ഇപ്പൊ നമ്മുടെ പല സാമൂഹ്യ പ്രവർത്തനം പല കാര്യങ്ങൾക്കൊക്കെ ചെയ്യുമ്പോൾ മനസ്സിൽ ഒരു ധൈര്യം നമുക്ക് ആവശ്യമാണല്ലോ. അത് എങ്ങനെയാണ് ഒരു മനസ്സിൽ ധൈര്യം? പല പല പ്രവൃത്തിയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് നല്ല കട്ടി വേണ്ടി വരും. അതെങ്ങനെയാണ് നിലനിർത്തുന്നത്? മനസ്സിന് നമുക്കൊരു നല്ല കാര്യത്തിന് പോവുകയാണെങ്കിൽ ദൈവം നമ്മുടെ ഉണ്ടാവും. നമ്മൾ ആ ഒരു കോൺഫിഡൻസ് എപ്പോഴും ഉണ്ടാവണം. നമുക്കൊരു പോസിറ്റീവ് എനർജി. ആ പോസിറ്റീവ് എനർജി ആയിട്ട് നമ്മൾ പോയാൽ ആ കാര്യം നടക്കും, ഉറപ്പാണ്. കാരണം നമ്മൾ ആ ഒരു എനർജി എക്സ്ചേഞ്ച് ഉണ്ടാവും. അത് ഒരു റിയൽ ഫാക്ട് ആണ്. ചിലപ്പോ ദുഷ്കരമായ പല നമ്മള് ഇതുവരെ എത്ര കോംപ്ലിക്കേറ്റഡ് ആ വിഷയം പരിഹരിച്ചിട്ടുണ്ട്. അത് ദൈവാനുഗ്രഹങ്ങളാണ്. നമുക്കതിനകത്ത് പറയാന്ന് പറഞ്ഞാൽ അതാ നമ്മുടെ ഒരു മനസ്സിന്റെ ഉള്ളിലുള്ള അതാ ഒരു തീരുമാനം ഉണ്ടല്ലോ, നീയത്തെന്ന് പറയുന്നത്. നല്ലതാണെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. സത്യമാണ്, അത് സത്യമാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഇന്റൻഷൻ മാറിയ ചില സമയത്ത് ചില ഡിലേസ് ഉണ്ടാവും. പക്ഷെ ഒരു പ്യുവർ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് നടക്കും.
നടക്കും. നമ്മൾ എത്രയോ കോംപ്ലിക്കേറ്റഡ് കേസുകളും നടന്നിട്ടുണ്ട്. ഇതുവരെയൊക്കെ ദൈവാനുഗ്രഹ നടന്നിട്ടുണ്ട്. പിന്നെ നമ്മളെപ്പോഴും പോകുമ്പം നമ്മള് പോസിറ്റീവായിരിക്കുക, നടക്കുമെന്നുള്ള പ്രതീക്ഷയെ പോവുക. അപ്പൊ അത് നടക്കും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് എനിക്ക്. നടക്കാത്ത ഒരുപാട് കാര്യങ്ങള് ഞാൻ പറഞ്ഞില്ലേ, ഈ കോംപ്രമൈസ് ചെയ്ത വിഷയങ്ങൾ, എത്രയോ മനുഷ്യര് കോംപ്രമൈസ് ചെയ്ത് നടക്കാത്ത കാര്യങ്ങളാണ് നമ്മളത് നടത്തിയിട്ടുള്ളത്. വളരെ ഈസിയാണ്. കാരണം ഈ മരിച്ച വീട്ടുകാരൊക്കെ ചിലപ്പോൾ പിതാവായിരിക്കാം നമ്മൾ കോംപ്രമൈസിന് പോകുന്നത്. അവർക്ക് ആ സ്വന്തം മകൻ മരിക്കുമ്പോൾ ഉള്ള ആ ഒരു പ്രയാസം ഒരു ഉള്ളിലുണ്ടാവും. അപ്പൊ അതിനെ നമ്മൾ ഓവർകം ചെയ്ത് നമ്മൾ അത് കോംപ്രമൈസ് ചെയ്യണമെങ്കിൽ അതൊരു ദൈവാനുഗ്രഹ വഴി നടക്കുള്ളൂ. പകുതി നമ്മൾ ശ്രമിക്കും, 90% ദൈവം നമുക്ക് തരുന്ന. സൗദി അറേബ്യയില് നല്ല നല്ല ഓഫീസർമാരാണ്. നമ്മളൊക്കെ പോയിട്ടുള്ളെങ്കിൽ വലിയ ഓഫീസർമാരെല്ലാം വളരെ പ്രൊഫഷണൽ ആണ്, വളരെ ഹെൽപ്ഫുൾ ആണ്. അവരുടെ ഒരു കാരുണ്യം വളരെ ഇതിന്റെ ഭാഗമാണ്. അവരുടെ ഒരു മനസ്സുണ്ടല്ലോ, നല്ല വിശാലതയുള്ള മനുഷ്യരാണ്. അപ്പൊ നമ്മൾ ചില സാഹചര്യങ്ങൾ അവർ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ അവര് കൂടി നമ്മുടെ ഒപ്പം ഉണ്ടാവും. അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ള പല വിഷയങ്ങളും ചിലപ്പോ വളരെ കോംപ്ലിക്കേറ്റ് നടക്കാൻ റൂൾസിനൊക്കെ നടക്കാത്ത കാര്യം മാനുഷികതയുടെ പേരിൽ ചെയ്തു തരുന്ന ഓഫീസർമാരുണ്ട്. അതൊക്കെ നമ്മളത് മറ്റു ലോകത്ത് കാണാത്ത ഒരു സന്തോഷം. ഇപ്പൊ ഇക്ക ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇക്കാക്ക് ഒരിക്കലും മനസ്സിൽ നിന്ന് മായ്ക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു നല്ലൊരു അനുഭവം, ഇക്കാക്ക് മനസ്സിൽ തട്ടിയുള്ള ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടോ ഇപ്പോഴും ചെയ്തതില്? ഞാൻ തുടക്കം തന്നെ കുറിക്കുന്നത് മദീനയില്, ഞാൻ റിയാദിലാണ്. ഏകദേശം 10-30 വർഷമാവുന്നു. ഏകദേശം ഒരു ചെറിയ കാര്യം, 29-30 വർഷമാവുന്നു തുടക്കത്തില്. അന്ന് സമയത്ത് ഞാൻ ചെറിയ ബിസിനസ് ഒക്കെ ആയിട്ട് പോകുന്ന സമയത്ത്, അപ്പം എന്റെ റൂമിൽ വരുന്ന ഒരു നമ്മുടെ ഒരു വെള്ളിയാഴ്ചയൊക്കെ അന്ന് ഈ ആൾക്കാർ റൂമിൽ വരും. അപ്പൊ ഞങ്ങളൊക്കെ ഇച്ചിരി പല രാത്രിയിലൊക്കെ പലരും വരും. ഞങ്ങളൊക്കെ അങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ പോകുന്ന സമയങ്ങളിൽ ഞങ്ങളെ റൂമിൽ വരുന്ന ഒരു സഹോദരന്റെ മകനെ കൊണ്ടുവന്നായിരുന്നു. മകനെ പഠിച്ച് ആദ്യമായിട്ട് വന്നു. അപ്പൊ അവന് ഉംറയ്ക്ക് പോകണമായിരുന്നു. അവൻ ഉംറയ്ക്ക് അന്ന് ഈ പെർമിഷനൊക്കെ വേണം, പേപ്പർ വേണം. ഇവിടുന്ന് പോകണമെങ്കിൽ അവിടെ പോകണ പേപ്പറൊക്കെ വേണം. അപ്പൊ ഞാൻ പേപ്പറൊക്കെ മേടിച്ച് അവന് ഉംറയ്ക്ക് പോയ സമയത്ത് പിന്നെ ഈ സൗദി 3-4 ആൾക്കാരൊക്കെ ഒരുമിച്ച് പോകുന്ന വണ്ടിയിലാണ്, ടാക്സിയിലാണ് പോയ സമയത്ത് എന്തോ ഉറങ്ങിപ്പോയെന്താണെന്ന് തോന്നാം. അദ്ദേഹം വണ്ടി പോയിട്ട് ഒരു കല്ലിലിടിച്ചു, അവൻ മരിച്ചുപോയി. അവന്റെ തല പോയിട്ട് ഒരു കമ്പിയിലിടിച്ചു, അവൻ മരിച്ചു. അപ്പൊ ഈ പിതാവിന് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രയാസം നമ്മളെ റൂമിൽ ഇരിക്കുമ്പോ നമ്മൾ ഇങ്ങനെ കാണുമായിരുന്നു. ഇങ്ങനെ കണ്ണീരൊഴുകുന്ന ഒരു അവസ്ഥ. സ്വന്തം മകൻ വലിയ പ്രതീക്ഷയോട് കൊന്നതാണ്. വന്നിട്ട് ഒരു 3 മാസം ആവത്തുള്ളവൻ. ഉംറയ്ക്ക് പോകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അവൻ പോയത്. പക്ഷെ ഈ പിതാവിന്റെ ഒരു പ്രയാസം കാണുമ്പോൾ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയത്തില്ല. ഞാൻ അന്ന് പോയി, പല പ്രാവശ്യം പോയി. ഞാൻ ഹുമയാത്ത്, അന്ന് ഇവിടുന്ന് ഇവിടുത്തെ 700-750 കിലോമീറ്റർ ദൂരം ഞാൻ പോയി, ഡോക്യുമെന്റ് പോയി, റിയാദിൽ വന്നു, വീണ്ടും പോകും. അന്ന് നമുക്ക് ടെക്നോളജി ഇല്ല. അപ്പൊ അങ്ങനെ പോയി വന്നു. ഞാൻ പിന്നെ ആ മദീനയെ കൊണ്ടുപോയിട്ടാണ് ഞാൻ ആ ബോഡി അടക്കുന്നത്. പക്ഷെ ആ പിതാവിന് അന്നും ആ ബോഡി അടക്കാൻ വരാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന്റെ ലീഗലായിട്ട് അന്ന് പെർമിഷൻ കിട്ടിയില്ല. അവരൊക്കെ പോകണമെങ്കിൽ പേപ്പർ വേണം, മരിച്ചാൽ അല്ല അന്നത്തെ സാഹചര്യമാണ്. ഇന്നപ്പോ നമുക്ക് എവിടെയും പോകാലോ, ഫ്രീ ആക്സസ് അല്ലേ. അന്ന് അങ്ങനെയുള്ള സാങ്കേതിക അന്ന് ഞാൻ ആ ബോഡി അടക്കി വന്നപ്പോ ആ പിതാവിന്റെ ഒരു മനസ്സിന്റെ ഒരു സന്തോഷം അത് നമുക്ക് ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല. അതാണ് എന്റെ ഒരു തുടക്കം. ആദ്യത്തെ ബോഡി അടക്കുന്നത് ഞാൻ മദീനയിലാണ്. അവിടുന്നാണ് എന്റെ ഒരു ആക്റ്റീവായ ജീവകാരുണ്യപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്ന ഒരു തുടക്കം. അത് അനുഭവങ്ങളും ആയിരക്കണക്കിനുണ്ട്. എല്ലാം നമുക്ക് പല രീതിയിലുള്ള അനുഭവങ്ങളും പറയാനുള്ളതൊക്കെയാണ്. അപ്പൊ നമ്മുടെ റിയാദ് സമൂഹത്തിലും പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസി സമൂഹത്തില് ഇപ്പൊ ഏകദേശം 28 വർഷത്തോളം, എന്റെ അറിവിൽ 28 വർഷത്തോളം നമ്മുടെ ഈ പ്രവർത്തനം തുടങ്ങിയിരുന്നു. അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ജേണി ഇക്കാർക്ക് മനസ്സിൽ വരുന്നത് എന്താണ്? ഇക്കാർക്ക് പോകണം 28 വർഷം ഞാൻ വന്നിട്ട് ഏകദേശം 33 വർഷം സാമൂഹിക പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയത് ഒരു 4.5 വർഷം കഴിഞ്ഞതിന് ശേഷം ആക്റ്റീവായിട്ട്. അന്ന് മുതൽ ഇന്നുവരെയുള്ള ഒരുപാട് ഹൃദയസ്പർശമായ ഒരുപാട് മൊമെന്റ്സ് നമ്മുടെ മുന്നിലുണ്ട്. പിന്നെ ഒരുപാട് മനുഷ്യരെ നമ്മൾ കാണാൻ കഴിഞ്ഞു. ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ജീവിത യാഥാർത്ഥ്യങ്ങളെ കുറിച്ച്, പച്ചയായ ജീവിതങ്ങള്, അവരുടെ അനുഭവങ്ങൾ, അത് നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞ പല സന്ദർഭങ്ങൾ. അപ്പോൾ നമ്മള് വളരെ സങ്കീർണമായ പല വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞതും
ഒട്ടനവധി മനുഷ്യരെ സഹായിക്കാൻ കഴിഞ്ഞത് ഒരു വലിയൊരു ദൈവിക അനുഗ്രഹമായിട്ട് ഞാൻ കാണും. അപ്പൊ ഇക്കാക്ക് ഇപ്പം ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് കുറച്ച് ഇവിടെ അംഗീകാരങ്ങൾ പല സ്ഥലത്തും കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇക്കാക്ക് ഒരു കിട്ടിയ അംഗീകാരം? ഒരുപാട് അംഗീകാരങ്ങൾ ഇത്രയും വർഷങ്ങളായിട്ട് എണ്ണം പറയാത്ത അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. വീട്ടില് നിറച്ചുപോലെ മൊമെന്റുകളാണ് ഞാൻ വെച്ചേക്കുവാണ്. പക്ഷെ അത് ഓരോരുത്തരുടെ ഒരു സ്നേഹം കൊണ്ട് തരുന്നതാണ്. വിദേശത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്, നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ഇവിടെ തന്നെ എനിക്ക് ഒരു 1000 കൂടുതൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ എനിക്ക് പിന്നെ അംഗീകാരം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡ്. അത് ഈ പൊതുപ്രവർത്തനത്തിന് സോഷ്യൽ കമ്മ്യൂണിറ്റി സർവീസിന് പ്രവാസികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. പിന്നെ അത് 2014 അന്ന് പ്രണാബ് മുഖർജിയാണ് മൻമോഹൻ സിംഗ് ലാസ്റ്റ് സമയം. പിന്നെ ഞാൻ നോർക്കയുടെ ഞങ്ങൾ കൺസൾട്ടന്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട് 7 വർഷം ഉണ്ടായിരുന്നു. അന്നൊക്കെ നോർക്കയുടെ നല്ല രീതിയിൽ നമ്മൾ അവരുടെ അവയർനെസ് ക്യാമ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ മീഡിയ അവാർഡുകളിലൊക്കെ സംഘടനകൾ ഇഷ്ടംപോലെ നമ്മൾ ബഹുമാനിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ സംഘടന എല്ലാവരും നല്ല ഒരു സ്നേഹം. അത് ആ ഒരു പരസ്പരം ഒരു അവർക്കും ഒരു എനർജി നമുക്കും കാരണം നമ്മളത് ചെയ്യുന്ന നന്മയ്ക്കാണ് തിരിച്ചു. അപ്പൊ നമ്മള് പൊതുസമൂഹം വിലയിരുത്തും എന്നുള്ളത് ഒരു വലിയൊരു ഘടകമാണ്. നമ്മൾ പ്രവൃത്തി സുതാര്യമായാൽ അതിനുള്ള അനുഗ്രഹങ്ങൾ ദൈവഭാഗത്തു നിന്നുണ്ടാവും, ഈ സമൂഹവും നമുക്ക് തരും. അതൊരു പ്രധാന വിഷയമാണ്, കാര്യം തന്നെയാണ്. നമ്മുടെ ഈ ഇന്ത്യൻ എംബസിയിൽ ഇപ്പം എന്തെങ്കിലും ആവശ്യപ്പെട്ട് പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് സംഘടനകൾ നമ്മൾ അറിയാതെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അവര് സമീപിക്കുമ്പോൾ എങ്ങനെയാണ് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാറ്? നമ്മളിപ്പോ നേരിട്ട് ഡയറക്റ്റ് എംബസിയിൽ പോകാനൊക്കെ ഉള്ള ഒരു എംബസിയിൽ ആർക്കും ആക്സസ് ആണ്, വിഷയമൊന്നുമില്ല. ആവശ്യങ്ങൾക്കനുസരിച്ച് ആർക്കും പോകാം. പിന്നെ ഒരു സമയങ്ങളിലൊക്കെ അതിനുള്ള സാങ്കേതിക തടസ്സങ്ങളോ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എല്ലായിടും ഏത് എംബസികളിലും ആർക്ക് അവരുടെ ഇന്ത്യൻ പൗരന്റെ ആവശ്യങ്ങൾക്ക് പോകാം. ഒരു മീഡിയേറ്റർ ആവശ്യമില്ല. പിന്നെ നമ്മൾ പോകുന്നത് പല സാമൂഹ്യ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ ഒരു ആക്സസ് എംബസിയിലുണ്ട്. ഏത് സമയത്തും ഏത് പാതിരാത്രി ആണെങ്കിലും ഒരു ഓഫീസറെ വിളിച്ചാൽ ഫോൺ എടുക്കും, നമുക്ക് ഏത് ആവശ്യത്തിനും പോകാം. അംബാസഡർമാര് ഞാൻ എത്ര വർഷങ്ങളായി ഞാൻ പറഞ്ഞില്ലേ, 28 വർഷം ഇത്രയും അംബാസഡർമാർ വന്നു പോയിട്ടുണ്ടാവും. ഓഫീസർമാർ 3 വർഷം കഴിയുമ്പോൾ ഓഫീസർമാർ പോകും. നമ്മളിങ്ങനെ നമ്മുടെ വണ്ടി നമുക്ക് അവിടെ ഈസി ആക്സസ് ആണ്. ഏത് സമയത്തും നമുക്ക് ചെല്ലാൻ കയറാം. അത് നമ്മളെ ഒരു എംബസിയുടെ പല കാര്യങ്ങൾക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത് എംബസിയും കമ്മ്യൂണിറ്റിയുടെ കണക്റ്റഡ് ആണ്. കാരണം എംബസിക്ക് മാത്രം ഒന്നും ചെയ്യാൻ കഴിയും. അപ്പൊ സാമൂഹ്യ പ്രവർത്തകരുടെ ഒരു സഹകരണം കൊണ്ടാണ് നമ്മുടെ ഇന്ത്യക്കാരുടെ വിഷയങ്ങൾക്ക് പരിഹാരം ചെയ്യപ്പെടുന്നത്. അപ്പൊ നമ്മള് അത് കണക്റ്റഡ് ആണ്. നമ്മളെ ഒരു പ്രവർത്തനം നമ്മുടെ രാജ്യത്തിന് അഭിമാനമാകുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നല്ല പ്രവർത്തനം ചെയ്യുമ്പോൾ അത് കിട്ടുന്നത് ഞങ്ങൾ പോകുന്നത് എംബസി റെപ്രസെന്റ് ചെയ്താണ്, ഇന്ത്യക്ക് റെപ്രസെന്റ് ചെയ്താണ് നമ്മൾ ഒരു ഓഫീസുകളിൽ പോകുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു പ്രവൃത്തി ഇന്ത്യക്കും ഇന്ത്യൻ എംബസിക്കും ഇന്ത്യക്കാർക്കും കിട്ടുന്ന ഒരു ബഹുമതിയാണ്. അപ്പൊ നമ്മൾ ആ ഒരു ക്യാരക്ടറൈസേഷനിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ ഇന്ത്യക്കാരല്ലാത്ത ഇപ്പൊ ബംഗ്ലാദേശ് പാകിസ്ഥാനിയുള്ള രാജ്യക്കാർക്കും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനിയൊക്കെ ചെയ്തിട്ടുണ്ട്, പിന്നെ ബംഗ്ലാദേശിലേക്ക്. അതിപ്പോ നമ്മൾ ചില സാഹചര്യങ്ങളിൽ ചെയ്യാറുള്ള വേറെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. മനുഷ്യരില്ല അപ്പൊ അവിടെ നമ്മള് ഈ ഇതിനകത്ത് വേണ്ട സുതാര്യതയാണ്. ഏറ്റവും കൂടുതൽ നിഷ്പക്ഷത വേണം. നമ്മൾ മനുഷ്യർ ഏത് നാട്ടുകാരാണെന്നോ കേരളക്കാരാണോ തമിഴ്നാട്ടുകാരനോ അല്ലെങ്കിൽ UP അങ്ങനെ പാടില്ല. നമ്മൾ യഥാർത്ഥ ഇന്ത്യക്കാരൻ ആരാണോ നമ്മുടെ മുന്നിൽ വരുന്ന വിഷയം, അവന്റെ പ്രാദേശം, അവന്റെ ഏത് വിശ്വാസം, ഇതൊന്നും ചോദിക്കാൻ പാടില്ല. നമ്മൾ ഓപ്പൺ ആവുക, റിയലി നമ്മൾ ഹെൽപ്ഫുൾ ആവുക, നമ്മള് എല്ലാ മനുഷ്യരും തുല്യരായി കാണുക, ആവശ്യങ്ങൾക്ക് എല്ലാവർക്കും അവരൊരു അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമുക്ക് സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക. അത്രയും നമുക്ക് ചിലപ്പോൾ സാഹചര്യം ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചിലത് ചെയ്യാൻ കഴിയാത്തിരുണ്ടാവും. അത് ചില സാഹചര്യങ്ങളുണ്ടാവാം. പക്ഷെ നമ്മൾ ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്ത് കൊടുക്കുക. ടൈം ഇല്ലായ്മ കൊണ്ട് ചിലപ്പോൾ ചെയ്യാൻ കഴിയുന്നത്. കാരണം നമ്മൾ ഈ കാര്യം അറ്റൻഡ് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ മറന്നു പോകും. അത് ചില സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. കാരണം നമുക്ക് കിട്ടുന്ന സമയം കുറവായിരിക്കും. അപ്പൊ ഈ ചിലപ്പോൾ ചില ആവശ്യങ്ങൾ വളരെ എളുപ്പം ചെയ്യേണ്ടതാകും. ചിലപ്പോ അങ്ങനെ ചില ഡിലേ വരാറുണ്ട്, എന്നാലും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ചെറിയ ഡിലേ വരാറുണ്ടെന്ന് എന്നാലും ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും അത് വേണമെന്ന് ഞാൻ പറയാം. നമ്മൾ കുറച്ചുകൂടെ ഫെയർനെസ് കീപ്പ് ചെയ്യണം. നമ്മുടെ ക്യാരക്ടറിലും നമ്മുടെ ആക്ടിവിറ്റീസിലും ഒക്കെ നമ്മൾ ഒരു
നന്മയുടെ ഒരു വെളിച്ചം നമ്മുടെ ഉണ്ടാവണം. പിന്നെ നമ്മുടെ പരസ്പരം നമ്മള് മനുഷ്യരെ ബഹുമാനിക്കുക. ഇവിടെ തന്നെ എത്രയോ സംഘടനകളുണ്ട്, ഒരുപാട് സംഘടനകളുണ്ട്. അവരെല്ലാം നല്ലതെല്ലാം സാമൂഹിക നന്മകൾ ചെയ്യുന്നവരുണ്ട്. എല്ലാവരും ഒരുമിച്ച് കൂടുന്ന എന്തിനു വേണ്ടിയാ? മനുഷ്യർക്ക് നന്മ, നമ്മുടെ പ്രവാസികൾക്ക് നന്മ ചെയ്യാൻ. ഈ സംഘടനകൾ കൊണ്ടാണ് പലർക്കും പല ഹെൽപ്ഫുൾ ആവുന്നത്. അതന്നെ ഇപ്പൊ തന്നെ എംബസിക്ക് തന്നെ ഒരുപാട് വിഷയങ്ങൾ തലവേദനകൾ കുറയുന്നത് എങ്ങനെയാണ്? ഈ സംഘടനകൾ തന്നെ പല വിഷയങ്ങൾ ഏറ്റെടുക്കുന്നു. സാമൂഹ്യ പ്രവർത്തകർ ഇഷ്ടം പോലെ ഉണ്ട്. അവര് അവരുടേതായ രീതിയിൽ അവർ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വിഷയങ്ങൾക്ക് ഒരുപാട് പരിഹാരം ഗ്രൗണ്ട് ലെവലിൽ തന്നെ നടക്കും. വളരെ റെയർ ആയിട്ടാണ് എംബസിയിൽ കാര്യങ്ങൾ എത്തുന്നത്. അതിനു മുമ്പ് തന്നെ വിഷയം പരിഹരിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിപ്പോഴുള്ള ഇവിടെയുള്ള ബിസിനസ്സുകാരൊക്കെ പല രീതിയിലും വരെ മനുഷ്യരെ സഹായിക്കുന്നുണ്ട്. സാമൂഹ്യ പ്രവർത്തകർ ചെയ്യുന്നുണ്ട്, സംഘടനക്കാർ ചെയ്യുന്നുണ്ട്. എല്ലാരും ഒരുമിച്ച് ചെയ്യുമ്പോൾ വിഷയം ഒരുപാട് പരിഹരിക്കും. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഇക്കാക്ക് 10-28 വർഷമായി ഈ ഒരു മേഖലയിൽ നിൽക്കുകയാണ്. അപ്പൊ എന്ത് മാറ്റമാണ് നമുക്ക് ഇനി നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ നമ്മുടെ പ്രവാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു നിർദ്ദേശം കൊടുക്കാൻ പറ്റുന്ന എന്താണ്? അതായത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ, അതായത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വേണ്ടത്, ഗവൺമെന്റുകൾ ഇപ്പൊ നമ്മള് നോട്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവർ ശ്രദ്ധിക്കാറുണ്ട് ചില സമയങ്ങളിൽ. കൂടുതൽ വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പുനരധിവാസം. കാരണം ഈ സ്വദേശിവൽക്കരണങ്ങളൊക്കെ അഡ്വാൻസ് ടെക്നോളജിയുടെ സമയങ്ങളിൽ സ്വദേശിവൽക്കരണങ്ങളൊക്കെ ഉണ്ട്. തൊഴില് തള്ളപ്പെടുന്നവരുണ്ട്. അപ്പൊ അവര് സാങ്കേതിക വിദ്യ നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി നല്ല എക്സ്പീരിയൻസ് ആയ ഒരുപാട് ടെക്നീഷ്യന്മാരുണ്ടാവും. അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ കഴിവുകൾ ഒക്കെ വിനിയോഗിച്ചുകൊണ്ട് ഇപ്പൊ നാട്ടില് അന്യസംസ്ഥാനക്കാരത്തിന് 10-45 ലക്ഷം ആൾക്കാർ കേരളത്തിൽ മാത്രം ജോലി ചെയ്യുന്നത്. അപ്പൊ കേരളത്തിലുള്ളവർ ഇവിടെ വയ്ക്കുന്നു. അപ്പൊ ഇവർക്ക് ഒരു പുനരധിവാസം സാധ്യമാക്കാൻ കുറച്ചുകൂടെ ഈസി ആക്കണം. മീൻസ് ഉദാഹരണം ഇപ്പോഴും കൊടുക്കുന്നതെന്ന് പറയുന്നത്, തിരിച്ചു പോകുന്ന പ്രവാസികൾക്ക് നോർക്ക വഴി ND പ്രേം വഴി ഒരു തൊഴിൽ സംരംഭമുണ്ട്. 3 ലക്ഷം രൂപ വരെ ലാഭം കൊടുക്കുന്നുണ്ട്. ലോൺ കൊടുക്കുന്നുണ്ട് 30 ലക്ഷം. ഒരു 10 പേര് ചേർന്നാണെങ്കിൽ 3 കോടി രൂപ ഒരു സംരംഭം തുടങ്ങാം. പക്ഷെ അതിനുള്ള ഒരു എൻവയോൺമെന്റ് ഒഫീഷ്യൽ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി സപ്പോർട്ടീവ് ആവണം. പിന്നെ ഈ തിരിച്ചു പോകുന്നവർക്ക് മാത്രമല്ല, ഇവിടെ നിൽക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇവിടെ നിൽക്കുമ്പോഴാണ് ഇപ്പൊ ഉദാഹരണം സഫീറിന്റെ ഒരു സ്ഥാപനം തുടങ്ങും. ഇവിടെ നിൽക്കുമ്പോ നമുക്ക് പലരും സഹായിക്കാൻ കാണും. അപ്പൊ അവരെ ഇതൊക്കെ സഹായങ്ങളും കൂടി ഗവൺമെന്റ് സഹായം ഒരുമിച്ചുണ്ടെങ്കിൽ അത് എളുപ്പമാവും, സംരംഭം വിജയിക്കും. അപ്പൊ തിരിച്ചു പോകുന്നത് മാറ്റി ഇവിടെ നിൽക്കുന്നവർക്കും പുനരധിവാസം, ഇവിടെ നിന്ന് തന്നെ തുടങ്ങാനുള്ള ഒരു അവസരം ഗവൺമെന്റ് ഭാഗത്തുണ്ടാവും. പിന്നെ പെൻഷനൊക്കെ നാടിന്റെ വികസനത്തിൽ ഏറ്റവും കൂടുതൽ നന്മകൾ ഇന്ന് കാണുന്ന കേരളത്തിന്റെ വികസനം പ്രവാസികളുടെ ഒരു ഇത് വിദേശ നാണ്യങ്ങളാണെങ്കിലും പല രീതിയിലാണെങ്കിലും നാട്ടിലെ പർച്ചേസിംഗ് പവർ നിലനിർത്തുന്നത് പ്രവാസികളാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഗവൺമെന്റ് ലെവലിൽ ഒരു കൺസിഡറേഷൻ കൊടുക്കണം. നാട്ടിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അവർ ജോലി ചെയ്യുന്നു, അവർക്ക് ആജീവനാന്ത പെൻഷൻ കിട്ടുന്നു. അപ്പൊ അവരുടെ സ്കെയിൽ അനുസരിച്ച് കിട്ടുന്നുണ്ട്. നമുക്കിപ്പോ നോർക്കയുടെ പിന്നെ വെൽഫെയർ ബോർഡിലുണ്ടല്ലോ ഒരു പെൻഷൻ സ്കീമുണ്ട്. ആ പെൻഷൻ എമൗണ്ട് ഒരു 5,000-10,000 ഒക്കെ ആക്കണം. കാരണം ഇപ്പൊ പ്രവാസികളുടെ വോട്ടും നാട്ടിലുള്ളവരുടെ വോട്ടും പ്രവാസി വോട്ടും തുല്യമാണല്ലോ. അപ്പൊ അവർക്ക് കൊടുക്കുന്നതും പ്രവാസികൾക്കും കൊടുക്കണം. അപ്പൊ അവര് ഈ വിദേശത്ത് നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് കുടുംബത്തിനും നാട്ടിനും വേണ്ടി പരിശ്രമിക്കുമ്പോൾ പ്രീമിയം ഒന്നും ഇല്ലാതെ തന്നെ പെൻഷൻ കൊടുക്കേണ്ടതാണ്. പിന്നെ ഒരു എമൗണ്ട് വാങ്ങിച്ച് അവർക്കൊരു മാന്യമായ ഒരു മാസ പെൻഷൻ കൊടുക്കുന്ന കുറച്ചുകൂടെ എമൗണ്ട് കൂട്ടി കൊടുക്കുന്ന ഒരു ലെവലിലേക്ക് മാറും. പിന്നെ സാഹചര്യങ്ങൾ, അതായത് ഒരു സംരംഭം തുടങ്ങാൻ ഒരു പൈസ ഉള്ളവരൊക്കെ ഉണ്ടാവും. അവർ ചെല്ലുമ്പോൾ കുറച്ചുകൂടെ ഫെയർ ആയിട്ട് നല്ല രീതിയിൽ സംസാരിക്കുകയും അതിന് വേണ്ട സപ്പോർട്ടീവായ ഒരു ഫെസിലിറ്റേഷൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ചെയ്തു കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കേരളത്തിന്റെ കാര്യമാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് അതേ രീതിയിൽ നടപടികൾ കൊണ്ടുവരാം. ഒരുപാട് രീതിയിൽ നമ്മൾ അത് കാറ്റഗറൈസ് ചെയ്ത് ഡിസ്കഷൻ ചെയ്യേണ്ട വലിയൊരു സബ്ജക്റ്റ് ആണ് പുനരധിവാസം. അപ്പൊ അത് നമുക്കൊരു ചെറിയൊരു ഇന്റർവ്യൂ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. ആദ്യമേ ഞാൻ ചോദിക്കേണ്ടതാണ്, കുടുംബത്തെ കുറിച്ചും ഫാമിലിയെ കുറിച്ചും ഒന്ന് സംസാരിക്കുക. എങ്ങനെ, എവിടെയൊക്കെയാണ് നാട്ടില്? ഞാന് കൊല്ലം ജില്ലയില് ചവറ കൊട്ടുകാടാണ്. ഷിഹാബ് കൊട്ടുകാട് എന്ന പ്രദേശത്തിന്റെ പേരാണ് കൊട്ടുകാട്. പിന്നെ വാപ്പ മരണപ്പെട്ടു, ഉമ്മയും മരണപ്പെട്ടു. ഉമ്മയുടെ ഞാനിവിടെ ഉള്ളപ്പോ രണ്ടുപേരും മരിച്ചു. രണ്ടുപേര് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഈ കാര്യത്തിലൊക്കെ ചില സാങ്കേതിക എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. പിന്നെ മകനുണ്ട്, അവന് ഡിഗ്രി കഴിഞ്ഞു. പിന്നെ മകള് ഡിഗ്രി 2nd ഇയർ പഠിക്കുന്നു. 2 മക്കളാണ്. വൈഫ്
റമീസ. ആ. മക്കളെ പേരെന്താണ്? രണ്ട് റുഫൈദ മോളും മോന് റമീസ്. റമീസ്, വൈഫിന്റെ പേര് റമീസ. റമീസ്. റമീസ. അവരൊക്കെ നാട്ടില് അല്ല, അവരെല്ലാരും ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്, കൂടെ ഉണ്ട്. മോൾ ഇവിടെ പ്രസവിച്ചതാണ്. അവൾ ഇവിടെ പഠിച്ചു. അവരൊക്കെ ഇവിടെ പഠിക്കാണ്. മോള് ഇപ്പം ഇവിടെ പഠിക്കുകയാണ്. പഠിക്കാൻ അവള് ഓൺലൈനിലാണ് ക്ലാസ്. ജെയിൻ യൂണിവേഴ്സിറ്റി ഓക്കെ. പഠിക്കുന്നത്. ഡിഗ്രി സെക്കൻഡ് ഇയർ. മോനെ നാട്ടിലായിരുന്നു പഠിച്ചു. പിന്നെ 10ാം ക്ലാസ് വരെ പഠിച്ചു. പിന്നെ ഡിഗ്രിക്ക് നാട്ടിൽ ചെറിയ സാങ്കേതികതകളൊക്കെ അങ്ങനെ ഉണ്ട്. അപ്പൊ എന്ത് ഇപ്പൊ ഇത്രയും വർഷങ്ങളായിട്ടൊക്കെ ഈ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ഉപദേശമാണ് നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന ഒരു ഉപദേശം എന്താണ്? ഒരു സന്ദേശം എന്ന രീതിയിൽ ഏത് ലെവലിലുള്ള സന്ദേശം ഉദ്ദേശിച്ചത്? ഏത് ലെവലാണ്? അപ്പൊ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവരെ ഒരു ലൈഫ് സെക്യൂറിന് വേണ്ടി എന്ത് ഉപദേശമാണ് നൽകണം? നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്താണ് നമ്മുടെ ഇപ്പൊ പ്രവാസികളിലൂടെ ജോലി ചെയ്യുന്നത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ജോലിയെ സംബന്ധിച്ച പ്രശ്നങ്ങളുണ്ടാവും, ഫാമിലി പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അതൊക്കെ നമ്മൾ എങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ള എങ്ങനെയാണ്? നമ്മള് പ്രവാസികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മെയിനായിട്ട് നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കണം. അതെ, നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ ചെറിയൊരു കുടുംബത്തിന് മാത്രമല്ല നമ്മളെ കാര്യം കൂടി ശ്രദ്ധിക്കുക. കുടുംബത്തില് നമ്മള് ശ്രദ്ധിക്കാൻ നിർബന്ധമാണ്. അതെ. നമ്മള് എല്ലാവരെയും ചേർത്ത് പിടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പേരൻസ്, മാതാപിതാക്കളെ നമ്മൾ കൂടുതൽ ചേർത്ത് പിടിക്കണം. നമ്മളെ മക്കളെ സ്നേഹിക്കുന്ന കണക്കന്നെ അമ്മമാരെ അച്ഛന്മാരെ നമ്മൾ അവരെ വിളിക്കണം, അവർക്കൊരു ആശ്വാസം കൊടുക്കണം. നമ്മള് മിക്കരുടെയും ഫാമിലി നാട്ടിലാവുമ്പോ പലരും ഭാര്യമാരെ വിളിക്കും, പേരൻസിനെ വിളിക്കാൻ പല കാലം. പക്ഷെ അത് പാടില്ല, അത് ചെയ്യണം. അപ്പൊ അവർ നമുക്ക് കൂടുതൽ ഒരു സന്തോഷം ഉണ്ടാവും, ഈ ടെൻഷൻ ഒഴിവാക്കി. മാതാപിതാക്കളെ പ്രാർത്ഥന ഏറ്റവും വലിയ പ്രാർത്ഥന, അത് ഏറ്റവും വലിയൊരു നന്മയാണ്. ഒന്നത്. രണ്ടാമത് നമ്മള് തൊഴിൽ വിഷയങ്ങളിൽ നമ്മള് കഴിവതും പലരും ഇപ്പൊ ടെൻസ്ഡാണ്, ചില ആത്മഹത്യകൾ നടക്കുന്നുണ്ട്. ഒരിക്കൽ പോലും നമ്മൾ പരിഹാരങ്ങളില്ലാത്ത വിഷയങ്ങളിൽ എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഷെയർ ചെയ്യണം, വെന്റിലേറ്റ് ചെയ്യണം നമ്മളെ വിഷയങ്ങൾ. റൂമിലുള്ളവരാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും അത് ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയാം. മെഡിക്കൽ വിഷയങ്ങളുണ്ടെങ്കിലോ മറ്റ് ഏതാണെങ്കിലും അത് ഷെയർ ചെയ്ത് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ഈ കാര്യങ്ങൾ ഒഴിവാകും. ഈ കൂടുതൽ ടെൻഷൻ നമ്മൾ ഹോൾഡ് ചെയ്ത്, ഈ ഹാർട്ട് അറ്റാക്ക് വരാൻ ഏറ്റവും കൂടുതൽ കാരണം ടെൻഷനാണ്. സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്നത് ഒത്തിരി അറ്റാക്ക്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ അറ്റാക്ക് വരുന്നത്. അപ്പൊ അവര് ടെൻഷൻ ഹോൾഡ് ചെയ്യണം, അവര് വെന്റിലേറ്റ് ചെയ്യുന്നില്ല. അവര് നമ്മള് പരസ്പരം സുഹൃത്തുക്കളോടൊക്കെ ആരെങ്കിലും എടുക്കുക ഒന്ന് വെന്റിലേറ്റ് ചെയ്യുക. കേൾക്കുന്ന ആൾക്കാർ അതിന് ഒരു മനസ്സ് കൊടുക്കണം, അങ്ങനെ ഒരു ഹിയറിംഗ്
മനുഷ്യൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ആവണം. അതെ അതെ. സമൂഹത്തിലും ലോകവും മാറുന്നതനുസരിച്ച് നാട് മാറുന്ന കണക്ക് നമ്മൾ മാറണം. നമ്മൾ മാറുമ്പോഴേ നമ്മൾക്ക് അവരുമായിട്ട് അതായത് കോപ്പി ചെയ്ത് പോകാൻ പറ്റും. മനസ്സിലല്ലേ? അതായത് നമുക്ക് ഒരുപാട് ഒത്തുചേർന്ന് പോകാൻ പറ്റും. അപ്പം അത് തൊഴിൽ മേഖലയിലാണെങ്കിലും എവിടെയാണെങ്കിലും അപ്പൊ അഡ്വാൻസ് ആവണം. നമ്മൾ ടെക്നോളജി പുതിയത് പഠിക്കണം, ഉള്ളത് പഠിച്ചതോടൊപ്പം തന്നെ പുതിയത് പഠിക്കണം, പുതിയത് അറിയാൻ ശ്രമിക്കണം. ചിലത് പഠിച്ച് തെറ്റായിരിക്കും, അത് നമ്മൾ ഒഴിവാക്കണം. ചിലതൊക്കെ പുതിയ നോളജ് നേടണം. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് അഡ്വൈസ് ഒക്കെ ഇഷ്ടപ്പെടും. ഇതൊരു ചാനൽ കുറച്ചല്ലേ പറയാൻ കഴിയും. പക്ഷെ എങ്കിലും നമ്മൾ യഥാർത്ഥ ഇന്ത്യയുടെ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്ന ഒരു വാഹകരാണ്. നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ യഥാർത്ഥ ഇന്ത്യയുടെ ഒരു ഫ്ലാഗും ആ സ്നേഹവും രാജ്യസ്നേഹവും നമ്മൾ മുറുകെ പിടിക്കണം. നമ്മൾ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പലരും നമുക്കുണ്ട്, പലരും നമ്മൾ ഐക്യനാണ്. നമ്മുടെ രാജ്യസ്നേഹം നമ്മുടെ ഐക്യമാണ്. നമ്മൾ ഓരോ പ്രവൃത്തിയും നമ്മൾ എന്താവണം, നന്മയ്ക്കും രാജ്യത്തിനും പൊതുസമൂഹത്തിനും കുടുംബത്തിനും കൂടി ആവണം, എല്ലാം കൂടി ചേർക്കണം. അപ്പൊ നമുക്ക് യഥാർത്ഥ ഒരു മാതൃകാ ഇന്ത്യ പുരുഷനായി മാറാൻ അല്ലെ ഒരു വനിതയാകാൻ നമുക്ക് കഴിയും. അതാണ് യഥാർത്ഥ ഇന്ത്യക്കാരൻ. അപ്പൊ നമ്മളെല്ലാവരും ഒരു റിയൽ അംബാസഡർ ആയിട്ട്, അംബാസഡർ മീൻസ് ജസ്റ്റ് പറയലല്ല, വി ഹോൾഡ് ഇൻ യുവർ മൈൻഡ് ആൻഡ് യുവർ ആക്ടിവിറ്റീസ് ഇൻ യുവർ ക്യാരക്ടർ. അതാണ് എനിക്ക് ഏറ്റവും പറയാനുള്ള ഒരു അഡ്വൈസ്. വളരെ ചെറിയ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സമയം നമുക്ക് വേണ്ടി, വളരെ ബിസിയാണെന്ന് അറിയാം, എങ്കിലും നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തി നമ്മളോടൊപ്പം കാര്യങ്ങളെല്ലാം നല്ലൊരു ഇൻഫർമേഷൻ ആണ് ഇക്കാര്യം നമുക്ക് കിട്ടിയിരിക്കുന്നത്, നമ്മുടെ പ്രവാസികൾക്ക് പ്രത്യേകിച്ച്. അപ്പൊ അതിന് നല്ല വളരെ സന്തോഷം. സമയം എനിക്ക് വേണ്ടി ചെലവഴിച്ചതിലും ഹൃദയമായ നന്ദി അറിയിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്കും എന്റെ ഹൃദയമായ അനുമോദനങ്ങൾ, അഭിനന്ദനങ്ങൾ. ഇനിയും പ്രവർത്തനങ്ങൾ ചെയ്യട്ടെ. ഈ ചാനലിന് എല്ലാവിധ ഭാവങ്ങളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.